അപ്സൈക്കിൾഡ് ഫാഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം പ്രാണയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ബാക്കി ബ്രൈഡൽസും റെഡി ടു വെയറും എല്ലാം ഉള്ളതിനോടൊപ്പം തന്നെ അപ്സൈക്കിൾ ഫാഷൻ അല്ലെങ്കിൽ അപ്സൈക്കിൾ പ്രാണ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തന്റിക് ആയിട്ടുള്ള ഹെറിറ്റേജ് ആയിട്ടുള്ള 45-50 വർഷം പഴക്കമുള്ള ഹെറിറ്റേജ് വീവ്സ് ബനാറസി ഉണ്ട്, കാഞ്ചീപുരം ഉണ്ട്, നമ്മുടെ കേരള കൈത്തറി ഉണ്ട്. അപ്പം അത് എടുത്ത് അതിനെ നമ്മൾ അപ്സൈക്കിൾ ചെയ്ത് വീണ്ടും വേറബിൾ ആർട്ട് ഫോം ആക്കി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ എപ്പിസോഡ്സ് പറയാനുണ്ട്. കാരണം പ്രാണയിൽ വരുന്ന ബ്രൈഡ്സ് അവരുടെ അമ്മുമ്മ കല്യാണത്തിന് ഉപയോഗിച്ചിരുന്ന സാരിയുടെ പീസ് വെച്ചിട്ട് അത് എംബ്രോയിഡറി ചെയ്ത് നമ്മൾ ഗാർമെന്റിൽ വീവ് ചെയ്ത് ഒരു ചെറിയ നോട്ടൊക്കെ വെച്ച് ഇമോഷൻ വെച്ചിട്ടൊക്കെ ഭയങ്കര അതെല്ലാം ബ്രൈഡ്സിന്റെ തലയിൽ നിന്ന് വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. ആ കുട്ടിയുടെ വേറൊരു ബ്രൈഡ് ആക്ച്വലി ആ കുട്ടിയുടെ ഗ്രാൻഡ് പേരൻസിന്റെ വെഡിങ് മന്ത്രകൂടി അതിന്റെ സംഭവം എടുത്തിട്ടാണ് ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയതല്ല. ദെൻ സാരി ഒരു അമ്മയുടെ വെഡിങ് സാരി അപ്സൈക്കിൾ ചെയ്ത് ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ആക്കിയിട്ടുള്ള ഇഷ്ടംപോലെ ബ്രൈഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഐ ഫീൽ ആസ് എ ബ്രാൻഡ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം കൂടെയാണ്. പിന്നെ ഇന്നിപ്പോ ഇന്റർനാഷണൽ ഫാഷൻ മേഖലകളിൽ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ദ നീഡ് ഓഫ് ദി അവർ ഇസ് ഓൾവേസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫാഷൻ ഇസ് ഇൻ യുവർ ഹെഡ്, ഇറ്റ്സ് ഇൻ യുവർ കോൺഫിഡൻസ്. യു ക്യാൻ ഓൾവേസ് bring around new innovations if you're confident enough to do it. And അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ എങ്ങനെ നമുക്ക് അതിനെ അപ്സൈക്കിൾ ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏത് സാഹചര്യത്തിന് ഒരുങ്ങുന്ന പോലെയും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു സംഭവം. എപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെ അറിയോ, ഒരു കോസ്റ്റ്യൂം വേണമെന്ന് പറയുമ്പോൾ ദ ഐഡിയ ടു മീ maybe because of my ignorance it's very abstract. Like how do you envision and ഒരു vision ഉണ്ടാവില്ല what suits her. ഇത് പൂർണിമയുടെ അടുത്ത് വരുന്ന ഏത് ബ്രൈഡ് ആയാലും എന്തായാലും so you'll have a vision for them. How does that process start if you can? So I work a little differently. Actually normal designer language പറയുകയാണെങ്കിൽ ഒരു ഡിസൈനറിന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു ഡിസൈനറിന് ഐഡന്റിറ്റി ഉണ്ടാവും. അത് ചിലവർക്ക് എംബ്രോയിഡറിയിലാണ്, ചിലർക്ക് ഡ്രാമ ഓർ ദ എക്സ്ട്രാ ഗ്ലാമർ ദാറ്റ് കംസ് ഓൺ ടു ദ ഗാർമെന്റ്, ഒരു ലാർജർ ദാൻ ലൈഫ് എന്നുള്ളൊരു ഫീല് കൊടുക്കുന്ന ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ചിലത്. അപ്പം ഓരോരുത്തർക്കും ഓരോന്ന് പോലെയാണ്. കസ്റ്റമൈസിങ്ങിൽ വരുമ്പോഴത്തേക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ക്ലയൻറ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. എസ്പെഷ്യലി വിത്ത് ബ്രൈഡ്സ്. ബിക്കോസ് ഇപ്പം നമ്മുടെ നാട്ടിലെ ബ്രൈഡ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഡിസൈനർ ഔട്ട്ഫിറ്റ് ഇപ്പം പ്രാണയിൽ വരുമ്പോൾ എൻ്റെ അപ്പോയിൻമെന്റ് എടുത്ത് വരുമ്പോൾ ദേ നോ വാട്ട് കൈൻഡ് ഓഫ് ഗാർമെന്റ്സ് ഐ മേക്ക്. ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അതിലേക്ക് വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് കൈത്തറിയിൽ ബ്രൈഡൽ കോസ്റ്റ്യൂംസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം അത് നമ്മുടെ ട്രഡീഷനാണ്. നമ്മളത് സാരിയിൽ മാത്രമായിട്ടാണ് ഒതുക്കിയിരിക്കുന്നത്. പക്ഷെ അത് അവിടുന്ന് നിന്നും മാറി ഇപ്പോൾ തറിയിൽ തന്നെ നമ്മൾ നെയ്യുന്ന ഡിസൈൻസിൽ ലെഹങ്കാസും എല്ലാ റണ്ണിങ് ഫാബ്രിക്കും എല്ലാം വരുന്നുണ്ട്. സോ അത് പുതിയ പുതിയ ഇന്നോവേഷൻസോടുകൂടി ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. പക്ഷെ അപ്പൊ ബ്രൈഡ്സ് വരുമ്പോഴും അവർ പറഞ്ഞ എനിക്ക് കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂമാ വേണ്ടേ എന്ന് വരുമ്പോൾ ഞാൻ ആദ്യം അവരോട് ചോദിക്കുന്നത് ഹാൻഡ്ലൂം തന്നെയാണോ വേണ്ടതെന്ന് ചോദിക്കും. കാരണം മിക്കവരും അവർക്ക് ഓഫ് വൈറ്റും ഗോൾഡും ആണ് കേരള ട്രഡീഷണൽ ഫാബ്രിക് അല്ല. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമാണ്. അത് ഞാനും എനിക്ക് അറിയണവർ അങ്ങനെ തന്നെയായിരുന്നു ഞാനും മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ കേരള ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മളുടെ തനതായ തറിയിൽ നിന്നും വരുന്ന ഹാൻഡ്ലൂം, കോട്ടൺ ഹാൻഡ്ലൂമും ഇനി അതിന് സിൽക്ക് മിക്സും ഉണ്ട്. അതല്ലാതെ അതിനോടൊപ്പം ചേർന്ന് വരുന്ന കസവിനെയാണ് നമ്മൾ പറയുന്നത്. അത് തറിയിൽ നെയ്യുന്നത് തന്നെയാണ് ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. ഇതേ സാധനം തന്നെ മെഷീനിലും ഉണ്ട്, പവർലൂം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വ്യത്യാസം പോലും പറയാൻ പറ്റില്ല സാധാരണക്കാർക്ക്. വിലയിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. കാരണം ഒരു വ്യക്തി ഒരു ദിവസം നെയ്യുമ്പോൾ അങ്ങോട്ട് കൂടിപ്പോയാൽ 2.5 മീറ്റർ 3 മീറ്ററേ നെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ പവർലൂമിൽ ചെയ്യുമ്പോൾ 1000 മീറ്ററാണ്. ആ വില വ്യത്യാസം ഉണ്ട്. പക്ഷെ അത് സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് ആ വ്യത്യാസം മനസ്സിലാവാനും പറ്റില്ല. ഇതുപോലെ ബ്രൈഡിനോട് നമ്മൾ ചോദിക്കും കറക്റ്റായിട്ട് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അങ്ങനത്തെ ഉള്ള കോൺവെർസേഷനിലാണ് ഈ പറയുന്ന പോലെ 1-2 ബ്രൈഡ്സ് അവരുടെ പേരൻസിന്റെ മെമ്മറീസ് കൊണ്ടുവരും. അത് ചിലപ്പോൾ നമ്മൾ എംബ്രോയിഡറിയിൽ ചെയ്ത് ഈ ഇടയ്ക്ക് ഒരു ബ്രൈഡ് ആക്ച്വലി ഫുൾ ഫാമിലി ട്രീ ഉണ്ടായിരുന്നു കുട്ടിയുടെ കുടുംബത്തിനകത്ത്. എല്ലാവരും പരിചയം ജനിച്ചുള്ള സമയം തൊട്ട് ഈ സമയം വരെ എല്ലാവരുടെയും പേരുകൾ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ നമുക്കൊരു ഡിസൈൻ എലമെന്റ് ആയിട്ട് അതൊരാളുടെ ആഗ്രഹമല്ലേ. സോ അതിനെ പക്ഷെ ഒരു വേറബിൾ ആർട്ട് ഫോം ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ജോലിയാണ് നമ്മളുടേതായിട്ട് വരിക. സോ ദാറ്റ് ഇസ് വെർ ഷീ നീഡ്സ് ഹെൽപ്പ്. അതുകൊണ്ടാണല്ലോ ദേ കം ഫോർവേഡ് ആൻഡ് ആസ്ക് സജഷൻസ്. അപ്പം അതിനെ ഒരു വേറബിൾ ആർട്ട് ഫോം ആക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. So that depends on bride to bride. As a person, as a designer, the importance that you give to the other person, right? The other individual
maybe that was one of the driving factors for Mridula to reach out to you when we were having a pageant here. Like how much you appreciate the other person, how much Yes. you Because I am appreciate someone everything. like Yeah, them. yeah, ഞാൻ അങ്ങനെ ഒന്നൊരാളാണ്. right, എനിക്ക് ഫാഷൻ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സാധാരണ റെഗുലർ ഹൗസ് ഹോൾഡ് ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഫാഷൻ ഡിസൈനിങ് ഉണ്ടായിരുന്നില്ല, ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. yeah, പുറത്തു പോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ പേരൻസിന് അത്രയും കംഫർട്ടബിൾ ആയിരുന്നില്ല. correct, പുറത്തു പോയി പഠിപ്പിക്കാനും. ഐ മീൻ ബാംഗ്ലൂർ പുറത്തുനിന്ന് പറയുമ്പോൾ വെളിനാട്ടിലോട്ട് ബാംഗ്ലൂർ തൊട്ടപ്പുറത്ത് രാത്രി ബസ് കയറിയ രാവിലെ എത്തുന്ന സ്ഥലമാണെങ്കിൽ പോലും ഭയങ്കര അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അയ്യോ പുറത്തു പോയി പഠിക്കുക, അതൊക്കെ പറ്റുമോ, ഇവിടെ ഉള്ള എന്തെങ്കിലും പഠിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞിട്ട് right, അങ്ങനെ. പക്ഷെ അപ്പം എൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം എപ്പോഴും ഉണ്ട്. സോ ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിപ്പോൾ ഒരു ശരി അത് പറ്റിയില്ല, ഫൈൻ, ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്, വി ക്യാൻ ഡു വാട്ട് എവർ വി ക്യാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ബാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിപ്പം ഒത്തൻറ്റിക് ആയിട്ട് ഫാഷൻ പഠിച്ച് ബിസിനസ് പഠിച്ച് ചെയ്ത ഒരാളല്ല. പക്ഷെ ഐ എം വെരി ഹാപ്പി ഇൻ മൈ ജേർണി ബിക്കോസ് ഇതെല്ലാം ഞാൻ എൻ്റെ ജേർണിയിൽ പഠിച്ചു. ഞാൻ ആക്ച്വലി ഈ പാജൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ആണോ എഡ്യൂക്കേഷൻ ആണോ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. important, yeah, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അത് പിന്നെ ബാക്കി എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഗിവ്സ് യു മോർ കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി ടു Yeah. തിങ്സ്. ബട്ട് വാട്ട് യു ലേൺ വിത്ത് എക്സ്പീരിയൻസ്, യു ലേൺ ഓൺലി വിത്ത് എക്സ്പീരിയൻസ്. അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഐ ഓൾവേസ് വോണ്ട് ടു ഹിയർ ഔട്ട് വാട്ട് ദ അതർ പേഴ്സൺ ഹാസ് ടു സേ. ബിക്കോസ് നമുക്കിപ്പം ഒട്ടും ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഐ സേ ഓക്കെ ഫൈൻ, നിങ്ങളുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കി ഞാൻ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം. ആൻഡ് ദേ ആർ കംഫർട്ടബിൾ ബിക്കോസ് അവർക്ക് അറിയില്ല. സോ വാട്ട് എവർ വി ഗിവ് ദം ഇസ് വാട്ട്. അതിനും ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ആസ്തം അവരുടെ വാർഡ്രോബിൽ ഏറ്റവും കൂടുതലുള്ള കളർ ഇതാന്ന് ചോദിക്കും. right, ബിക്കോസ് ആ കളറിൽ ഉടുപ്പിട്ട് എന്ത് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി അവർക്ക് ഇഷ്ടമാവും. yeah, വാർഡ്രോബിൽ ഇല്ലാത്തൊരു കളറിൽ ഒരു ഉടുപ്പെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര നല്ല ഉടുപ്പാണെങ്കിലും പെട്ടെന്ന് ആ കുട്ടി ആ ഉടുപ്പിൽ ആ കളറിൽ കണ്ടിട്ടേ ഇല്ലല്ലോ ആരും. right, അപ്പൊ പെട്ടെന്ന് കല്യാണ ദിവസം ആ കളറിൽ കാണുമ്പോൾ കുട്ടിക്ക് എന്തോ ഒരു കളറാണ്, ഉടുപ്പിട്ട കളർ സ്വാഭാവികമാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ ഞാൻ എന്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസിലൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ ആ കളറിലൊരു ചായവുണ്ടാവും. Yeah. സോ അത് ചോദിക്കും അവരോട്. ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലെങ്കിൽ അവരുടെ വാർഡ്രോബിലുള്ള കളർ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവർ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടുന്ന കളർ ഏതാണ് എന്ന് ചോദിക്കും. right, അവരുടെ കംഫർട്ട് ഏതാണ്. ഇപ്പൊ നമ്മുടെ അവിടെയുള്ള ഔട്ട്ഫിറ്റ്സ് പലതും അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കും. അപ്പൊ എന്നിട്ട് വി ഗിവ് ദം സജഷൻസ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ഓൾവേസ് എ കോൾ. right, ബട്ട് അവരെ അവിടെ എത്തിക്കുക എന്നുള്ളൊരു ജോബാണ് ഏറ്റവും വലിയ ജോലി. right, സോ ഐ തിങ്ക് ഇവൻച്വലി ലുക്കിംഗ് അറ്റ് ഇറ്റ് ഒരു ബ്രാൻഡ് പേഴ്സെ അതൊരു പോപ്പുലർ അപ്രോച്ച് അല്ല. right, ബിക്കോസ് ഒരു ബ്രാൻഡിന്റെ ഐഡന്റിറ്റി ചെയ്ത് വെച്ച് അത് പ്രോട്ടോടൈപ്പ് ആയിട്ട് പോകുന്നതാണ്. ഒരു ബ്രാൻഡിനെ കൂടുതൽ ബ്രാൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക. right, ഇത് കസ്റ്റമൈസിങ് ആണ്. ഇതിന് കൂടുതൽ സമയം വേണം, കൂടുതൽ ടൈം ചെലവഴിക്കണം. നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു ഉടുപ്പ് ചെയ്താലും ഒരു വർഷത്തിന് 360 പറ്റുള്ളൂ. അതെ. അപ്പോൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. yeah, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ് ബ്രൈഡൽസ് മാത്രമാക്കി വെച്ചിരിക്കുന്നത്.